ഗുഡ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർമ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. ഇനി അതിൻ്റെ ആ NBR എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. NBR, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n different objects taken r at a time, denoted by NBR, n factorial by n minus r factorial. ഓർക്കുന്നുണ്ടല്ലോ? ആ ഇക്വേഷൻ വെച്ച് ഒരു രണ്ട് ക്വസ്റ്റ്യൻ എന്നും ആറും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് find the value of n if n minus 1 p3 n minus 1 p3 is to np4 is equal to 1 is to 9. ഇതാ ക്വസ്റ്റ്യൻ. n minus 1 p3 is to np4 equal to 1 is to 9. ഇത് വെച്ചുകൊണ്ട് n വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ NBR എന്നുള്ള ഇക്വേഷൻ ഓർക്കുന്നുണ്ടായിരുന്നു. NBR എന്ന് വെച്ചാൽ NPR ഓർക്കുന്നുണ്ടോ? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. NBRന്റെ ഇക്വേഷൻ ആണ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അത് വെച്ചിട്ട് നമുക്ക് n മൈനസ് 1 p3 ഉം np4 ഉം കണ്ടുപിടിക്കാൻ പോവാം. n മൈനസ് 1 p3 എന്ന് പറയുമ്പോഴത്തേക്കും n മൈനസ് 1 വേണേൽ ബ്രാക്കറ്റ് ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. n മൈനസ് 1 എന്ന് വേണേൽ ബ്രാക്കറ്റ് ഇടാം. p3 n മൈനസ് 1 p3 ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് NBR വരുമ്പോൾ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ അല്ലേ. n മൈനസ് 1 p3 വരുമ്പോൾ n-ന് പകരം n മൈനസ് 1 ഉം r-ന് പകരം 3 ഉം കൊടുക്കുക. അത്ര ശ്രദ്ധിച്ചാൽ ഇപ്പോൾ n-ന്റെ സ്ഥാനത്ത് n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-ന്റെ സ്ഥാനത്ത് പിന്നെ n മൈനസ് 1 മൈനസ് r-ന് പകരം 3 ഫാക്ടോറിയൽ. അതായത് n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 1 മൈനസ് 3 വരുമ്പോൾ മൈനസ് 4 വരും. n മൈനസ് 4 ഫാക്ടോറിയൽ അങ്ങനെ കിട്ടും. അപ്പോൾ n മൈനസ് 1 p3 കിട്ടി. ഇനി np4 കൂടെ കണ്ടുപിടിക്കാം. np4 കണ്ടുപിടിക്കുമ്പോൾ n-ന്റെ സ്ഥാനത്ത് n തന്നെ, r-ന്റെ സ്ഥാനത്ത് 4 വരും. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് n ഫാക്ടോറിയൽ തന്നെ ബൈ n മൈനസ് r-ന് പകരം 4 വരും. n മൈനസ് 4 ഫാക്ടോറിയൽ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. n മൈനസ് 1 p3 ഉം np4 ഉം കണ്ടുപിടിച്ചു. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്കറിയാം റേഷ്യോ a:b നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, ഫ്രാക്ഷൻ ആക്കാം, a/b എഴുതാം. അപ്പോൾ ഇതുപോലെ നമ്മൾ റേഷ്യോ മാറ്റി ഫ്രാക്ഷൻ ആക്കുന്നു. n മൈനസ് 1 p3 ബൈ np4 ഈക്വൽ ടു 1/9 എന്ന് എഴുതാം. ഇനി നമുക്ക് n മൈനസ് 1 p3യുടെ np4ന്റെ വാല്യൂ കൊടുക്കാൻ പോവാം. n മൈനസ് 1 p3 എന്ന് പറഞ്ഞാൽ n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡ് ബൈ ഇനി np4ന്റെ വാല്യൂ ഉണ്ട് n ഫാക്ടോറിയൽ ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 1/9. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അതായത് n മൈനസ് 1 p3ക്ക് വരെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് n മൈനസ് 1 ഫാക്ടോറിയൽ ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ കൊടുക്കുന്നു. np4ന് പകരം n ഫാക്ടോറിയൽ ബൈ n മൈനസ് 4 ഫാക്ടോറിയലിന് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാം, ഇത് മായ്ക്കാൻ പോവാം. ഇനി ഡിവിഷന് പകരം റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു ഡിവിഷനാ, തിരിച്ചിട്ടാൽ മതി, റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. n മൈനസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1/9. n മൈനസ് 4 ഫാക്ടോറിയൽ കണ്ടോ വെട്ടിപ്പോവും. പിന്നെ ഇവിടെ n മൈനസ് 1 ഫാക്ടോറിയലും n ഫാക്ടോറിയലാണ്. അപ്പം വലുത് n ആണ്. അപ്പോൾ നമുക്ക് വലുതിനെ ചെറുതിലേക്ക് മാറ്റാം. n മൈനസ് 1 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയലിനെ നമുക്ക് n മൈനസ് 1ലേക്ക് മാറ്റാം. അത് പ്രോപ്പർട്ടി പഠിച്ചത് ഒരു n മാറ്റിയിട്ടാൽ മതി. n ഇൻറ്റു ബാക്കി n മൈനസ് 1 ഫാക്ടോറിയൽ വരും. ഇത് വെട്ടിപ്പോക്കോളൂ, അതിന് വേണ്ടിയിട്ടാണ്, വെട്ടിക്കളയാൻ വേണ്ടിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9. അതായത് വെട്ടുമ്പോൾ മേളിൽ 1 ഉണ്ട്. അപ്പോൾ ആൻസർ നമുക്ക് 1/9 ഈസ് ഈക്വൽ ടു, ഇവിടെ മിച്ചം മേളിൽ 1 താഴെ n അവിടെ 1/9 ഈസ് ഈക്വൽ ടു 1/9. അല്ല 1/n ഈക്വൽ ടു 1/9. നമുക്ക് n-ന്റെ സ്ഥാനത്ത് അപ്പോൾ എത്ര വന്നിരിക്കുന്നത്? അപ്പോൾ n ഈസ് ഈക്വൽ ടു 9. ഇങ്ങനെയാണ് n കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ വെച്ചോണ്ട്. ആ ഇക്വേഷനകത്ത് നമ്മുടെ NBRന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ പറഞ്ഞിരുന്ന കാര്യം കണ്ടുപിടിക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിച്ച സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇത് n കണ്ടുപിടിക്കാനായിട്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ r കണ്ടുപിടിക്കാനായിട്ടാണ്. n-ഉം r കണ്ടുപിടിക്കാം. അപ്പോൾ r കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് r if 5pr is equal to 2 into 6pr minus 1. 6pr minus 1. അപ്പോൾ 5pr is equal to 2 into 6pr minus 1.
ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ട് NBRന്റെ ഇക്വേഷൻ നമ്മളിവിടെ ഉപയോഗിക്കാം. NBRന്റെ വാല്യൂ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, NBR is equal to n factorial by n minus r factorial. അത് വെച്ചിട്ട് 5PR ഉം 6PR minus 1 കണ്ടുപിടിക്കാം. അപ്പോൾ 5PR കണ്ടുപിടിക്കുമ്പോൾ n-ന് പകരം നമ്മൾ എത്ര കൊടുക്കണം? n-ന്റെ സ്ഥാനത്ത് 5, 6 അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് n ഫാക്ടോറിയലിന്റെ സ്ഥാനത്ത് 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് r ഫാക്ടോറിയൽ എഴുതാം 5PR-നെ. ഇനി അടുത്ത 6PR മൈനസ് 2 ഇൻറ്റു ഉണ്ട്, 2 കൂടെ കിടന്നിട്ട് മാറി കിടന്നിട്ട് 6PR മൈനസ് 1 കണ്ടുപിടിക്കാം. 6PR മൈനസ് 1 കാണുമ്പോൾ n-ന് പകരം 6-ഉം r-ന്റെ സ്ഥാനത്ത് r മൈനസ് 1 കൊടുക്കണം. അത് ശ്രദ്ധിച്ചോണം. n-ന് പകരം 6, അപ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-ന്റെ സ്ഥാനത്ത് പിന്നെ 6 മൈനസ് r-ന് പകരം r മൈനസ് 1. അപ്പോൾ മൈനസിന് ശേഷം എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. പലരും അതിടാൻ വിട്ടുപോകും, ശ്രദ്ധിച്ചോണേ. മൈനസ് ഓഫ് r മൈനസ് 1 എന്ന് തന്നെ എഴുതണം. മൈനസിന് ശേഷം 6, അപ്പോൾ r-ന് എന്ത് കൊടുക്കുന്നോ അത് കോമൺ മൈനസ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാണ് 6 ഫാക്ടോറിയൽ ബൈ മൈനസ് എക്സ്പാൻഡ് ചെയ്യുക, ബ്രാക്കറ്റ് മാറ്റുക. 6 മൈനസ് r മൈനസ് ഇൻറ്റു മൈനസ് ആകുമ്പോൾ പ്ലസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6-ഉം പ്ലസ് 1-ഉം ഉണ്ട്. നമ്പർ എന്ന് പറയുമ്പോൾ 6-ഉം ഉണ്ട് പ്ലസ് 1-ഉം ഉണ്ട്. അത് രണ്ടോടെ കൂടുമ്പോൾ 7 വരും. 7 മൈനസ് r ഫാക്ടോറിയൽ, അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ NBR-ന് n-ന് വരെ ആദ്യം 5 കൊടുത്ത് പിന്നെ 6-ഉം r മൈനസ് 1 കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഈ r-ന്റെ വാല്യൂ നമ്മളിങ്ങനെ എഴുതുമ്പോഴത്തേക്കും r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുണ്ട്, പഠിച്ചല്ലേ? 0 തൊട്ട് n വരെ r-ന്റെ വാല്യൂ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, r-ന്റെ വാല്യൂ നോക്കുക, ഇവിടെ n-ന്റെ സ്ഥാനത്ത് 5-ഉം 6-ഉം ഒക്കെ. അപ്പോൾ r-ന്റെ വാല്യൂ ഒരിക്കലും r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കണം. കിട്ടുന്ന വാല്യൂ r-ന്റെ വാല്യൂ 5-ൽ കുറവായിരിക്കണം. 5-ഓ 5-ൽ കുറവോ അതിൽ കൂടാൻ പാടില്ല, അത് ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ ഈ രണ്ട് വാല്യൂസ് 5PR-ഉം 6PR മൈനസ് 1-ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. 5PR-ന്റെ സ്ഥാനത്ത് 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് r ഫാക്ടോറിയൽ എഴുതി. ഈക്വൽ ടു 2 ഇൻറ്റു 6PR മൈനസ് 1-ന്റെ സ്ഥാനത്ത് 6 ഫാക്ടോറിയൽ ബൈ 7 മൈനസ് r ഫാക്ടോറിയൽ എഴുതി. ഇനി ഇത് മായ്ച്ചു കളയുക. ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപോലെയുള്ളത് ഒരു സൈഡിൽ കൊണ്ടുവരാൻ നോക്കുക. അതായത് 5 ഫാക്ടോറിയലും 6 ഫാക്ടോറിയലും ഒക്കെ ഒരു സൈഡിൽ, അത് ഏകദേശം ഒരുപോലെ ഉള്ളതല്ലേ. പിന്നെ 5 മൈനസ് r-ഉം 7 മൈനസ് r-ഉം ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 7 മൈനസ് r ഫാക്ടോറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഡിവിഷനാണ്, ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 7 മൈനസ് r ഫാക്ടോറിയൽ മേളിൽ വരും ഡിവൈഡഡ് ബൈ 5 മൈനസ് r ഫാക്ടോറിയൽ അവിടെ കിടന്നോട്ടെ, ഒരുപോലെയുള്ള അവിടെ കിടന്നോട്ടെ. ഇനി നമ്മൾ മേളിലുള്ള 5 ഫാക്ടോറിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ മേളിൽ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും, തിരിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2 ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുപോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പം ഡിനോമിനേറ്ററുള്ളത് ന്യൂമറേറ്ററിൽ വരും, ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിൽ വരും, ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതുണ്ടോ 7 മൈനസ് r-ഉം 5 മൈനസ് r-ഉം ഉണ്ട്. ചെറുത് 5 മൈനസ് r ആണ്. അപ്പോൾ നമുക്ക് 7 മൈനസ് r-നെ 5 മൈനസ് r-ലേക്ക് കുറയ്ക്കാം, കൊണ്ടുവരാം. ഒന്ന് കുറച്ച് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ നമുക്ക് 7 മൈനസ് r-ന്ന് 7 മൈനസ് r മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുറഞ്ഞാൽ 6 മൈനസ് r ആകും. അപ്പോൾ ഒന്നും കൂടെ എടുക്കാം, 6 മൈനസ് r-ഉം കൂടെ എടുക്കാം. നമ്മൾ ആ പ്രോപ്പർട്ടി പഠിച്ചല്ലേ, n ഫാക്ടോറിയൽ നമുക്ക് എത്ര വേണേലും മാറ്റിയിടാന്ന് പഠിച്ചല്ലേ, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു ഓരോന്ന് കുറച്ച് മാറ്റിയിടാം. അപ്പോൾ നമുക്ക് നോക്കാം, 7 മൈനസ് r ഫാക്ടോറിയൽ ലാസ്റ്റത്തെ 7 മൈനസ് r മാറ്റിയിട്ടപ്പോൾ 6 മൈനസ് r ഫാക്ടോറിയൽ വരും. എന്നാലും താഴ്ത്തതായില്ല, അപ്പോൾ ഒന്നും കൂടെ മാറ്റിയിടുക. 6 മൈനസ് r മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ 5 മൈനസ് r കിട്ടും. അത് താഴെ ഉള്ളതുകൊണ്ട് ഫാക്ടോറിയൽ ഫുൾ എഴുതാം ബൈ 5 മൈനസ് r ഫാക്ടോറിയൽ. റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ 2 ഇൻറ്റു 6 ഫാക്ടോറിയൽ വലുത്, അതിനെ നമുക്ക് ചെറുതാക്കാം. 6 മാറ്റിയിട്ടു, പിന്നെ 5 ആവില്ല, 5 ഫാക്ടോറിയൽ താഴെ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം ബൈ 5 ഫാക്ടോറിയൽ. ഇത് വെട്ടിപ്പോക്കോളും, ഇവിടെ 5 മൈനസ് r ഫാക്ടോറിയൽ വെട്ടിപ്പോക്കോളും. മിച്ചമുള്ളത് അങ്ങ് എഴുതിയാൽ മതി. 7 മൈനസ് r ഇൻറ്റു 6 മൈനസ് r ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 12 വരും. ഇത് എക്സ്പാൻഡ് ചെയ്യാം. 7 ഇൻറ്റു 6 42, 7 ഇൻറ്റു മൈനസ് r മൈനസ് 7r, മൈനസ് r ഇൻറ്റു 6 മൈനസ് 6r, മൈനസ് r ഇൻറ്റു മൈനസ് r പ്ലസ് r സ്ക്വയർ. എക്സ്പാൻഷൻ നമ്മൾ കോംപ്ലക്സിലൊക്കെ ഇഷ്ടംപോലെ പഠിച്ചല്ലേ, അല്ലാതെ നമ്മൾ ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ടു 12. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാം. എല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. ദാറ്റ് ഈസ് r സ്ക്വയർ ആദ്യം ഇടാം. r സ്ക്വയർ മൈനസ് 7r-ഉം മൈനസ് 6r-ഉം ഉണ്ട്, രണ്ടും മൈനസ് ആണ്, കൂട്ടിയിട്ട് മൈനസ് എടുക്കുക. 7r-ഉം 13, മൈനസ് 13r, പിന്നെ പ്ലസ് 42. 12-നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ മൈനസ് 12 ഈക്വൽ ടു 0. അതായത് r സ്ക്വയർ മൈനസ് 13r
പ്ലസ് 42 പ്ലസ് 42 മൈനസ് 12 42 12 കുറച്ചാൽ 30 ഈക്വൽ ടു 0 വരും. ഇനി നമുക്കിത് ക്വാഡ്രാറ്റിക് ഇക്വേഷനായി സോൾവ് ചെയ്യാം. ആറിന്റെ വാല്യൂ ഓർത്തോണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അത് ആ 5ൽ കൂടുതലുള്ള വാല്യൂ എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് r is equal to minus b plus or minus root of b square minus 4ac by 2a. ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. a എന്ന് പറയുന്ന r സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, b എന്ന് പറയുന്ന മൈനസ് 13 r-ന്റെ കോഎഫിഷ്യന്റ്, c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടൈം 30. അപ്പോൾ മൈനസ് 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 13ന്റെ സ്ക്വയർ 169 വരും. അല്ലെ അങ്ങനെ ഇട്ടേക്കാം. മൈനസ് 13ന്റെ സ്ക്വയർ മൈനസ് 4 into a1 into c30 by 2a 2 into 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും, പ്ലസ് 13 ആകും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 13ന്റെ സ്ക്വയർ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും 169 മൈനസ് 120 വരും. 4 into 30 by 2 വരും. 169 നിന്ന് 120 കുറയ്ക്കുമ്പോൾ 49 വരും. പ്ലസ് ഓർ മൈനസ് 49 by 2. റൂട്ട് 49 അറിയാമല്ലോ. പ്ലസ് ഓർ മൈനസ് 7 by 2 വരും. നമുക്കത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 പ്ലസ് 7 by 2 വരാം, 13 മൈനസ് 7 by 2 വരാം. r is equal to 13 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 20, 20 by 2 എന്ന് പറയുമ്പോൾ 10 വരും. 4 13 മൈനസ് 7 എന്ന് പറയുമ്പോൾ 6, 6 by 2 എന്ന് പറയുമ്പോൾ 3 വരും. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു r should be less than or equal to 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 5 PR എന്ന് പറഞ്ഞ ഉള്ളതുകൊണ്ട് 5 PR എന്ന് ഉള്ളതുകൊണ്ട് ഈ r ആയിരിക്കണം ചെറുത്, 5 ആയിരിക്കണം. 5 എന്നാ മാക്സിമം നമ്മൾ പഠിച്ചത് എന്നാണ് മാക്സിമം ഒബ്ജക്ട്സ്, നമ്പർ ഓഫ് ഒബ്ജക്ട്സ് മാക്സിമം. അതിൽ കുറവേ വരാവുള്ളൂ, അത് ഈക്വലും വരാം കുറവും വരാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും 10 എടുക്കാൻ പാടില്ല. അതുകൊണ്ട് r-ന് എടുക്കാവുന്ന ഒരേ ഒരു വാല്യൂ 3 മാത്രമാണ്. r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയതിനാൽ r ഈക്വൽ ടു 3 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ NBR-ന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് സിംപ്ലിഫിക്കേഷൻ വരാം, ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പെർമ്യൂട്ടേഷനകത്തുള്ളത്. പെർമ്യൂട്ടേഷൻ്റെ ഇത്രയും പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഇനി നമുക്ക് കോമ്പിനേഷനെ കുറിച്ച് പഠിക്കാം. കോമ്പിനേഷൻസ്. കോമ്പിനേഷൻസ് കുറച്ചും കൂടി എളുപ്പമാണ്, പെർമ്യൂട്ടേഷനെക്കാളും എളുപ്പമാണ്. കോമ്പിനേഷൻ ഞാൻ പറഞ്ഞായിരുന്നു ഓർഡറിന് പ്രാധാന്യം ഇല്ലാത്ത അറേഞ്ച്മെന്റ്. ഓർഡറിന് പ്രാധാന്യം ഇല്ലാത്ത അറേഞ്ച്മെന്റ് ആണ് കോമ്പിനേഷൻസ്. നമ്മൾ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നു, ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്നു. അവിടെ ആദ്യം ആരെ എടുക്കുന്നു എന്നുള്ളതിന് പ്രസക്തി ഇല്ല. നമ്പറൊക്കെ വരുമ്പോൾ ആദ്യം എടുക്കുന്നത് മാറുമ്പോഴത്തേക്കും നമ്പർ മാറിപ്പോവും, വേർഡ് മാറിപ്പോവും. അതുപോലെയല്ല ടീമിനെ സെലക്ട് ചെയ്യുന്നു, ആദ്യം ആരെ എടുക്കുന്നു എന്നുള്ളതിനൊന്നുമില്ല, നമുക്കൊരു ടീം കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ വരുന്നതാണ് കോമ്പിനേഷനിൽ വരുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണ് കോമ്പിനേഷൻ. നമ്മൾ പെർമ്യൂട്ടേഷൻ പറഞ്ഞ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ r at a time വേർ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് എന്നുള്ളത് NBR എന്ന് ഡിനോട്ട് ചെയ്തു. അതുപോലെ തന്നെ കോമ്പിനേഷനും സിമ്പിൾ ഉണ്ട്. നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ r at a time. 0 തൊട്ട് n വരെ 6 വരെയേ ഉള്ളൂ, അത് മാറ്റമൊന്നുമില്ല. നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ r at a time ഈസ് ഡിനോട്ടഡ് ബൈ NCR. പെർമ്യൂട്ടേഷൻ വരുമ്പോൾ NPR ഉണ്ട്, കോമ്പിനേഷൻ വരുമ്പോൾ NCR. ഇത് പല രീതിയിൽ സിമ്പിൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്. എങ്കിലും NCR, ഈ സിമ്പിളും NCR ഉപയോഗിക്കാറുണ്ട്. ഈ സിമ്പിളും ചിലപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഈ സിമ്പിളൊക്കെ ആയിരിക്കും ബ്രാക്കറ്റിനകത്ത് മുകളിലും താഴെയായിട്ട് N ഉം R ഉം എഴുതുന്നു. ഇതെല്ലാം കോമ്പിനേഷൻ്റെ സിമ്പിളാണ്. നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ r at a time. അത് ഈ എല്ലാ രീതിയിലും ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇതാണ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് ടേക്കൺ r at a time. അതിന്റെ സിമ്പിൾ ഇതാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, NCR കാണാനുള്ള ഇക്വേഷൻ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അവിടെ n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആയിരുന്നു NBR. അവിടെ r ഫാക്ടോറിയലും കൂടി ഡിവിഷൻ വരും NCR. അപ്പോൾ NCR-ന്റെ ഇക്വേഷൻ ഇതാണ്. ഇത് ഓർത്ത് വെച്ചോണം. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ NCR കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഒരു എളുപ്പമാർക്കുണ്ടെന്ന് പറഞ്ഞു തരാം. NCR ഇപ്പോൾ ഇക്വേഷൻ ഇതാണ്, n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇനി നമുക്കിത് NBR ആയിട്ട് വേണം കണക്ട് ചെയ്യാം. NCR എന്ന് വെച്ചാൽ ഇതുണ്ടോ 1/r ഫാക്ടോറിയൽ ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ ബാക്കി n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയലാണ് വരുന്നത്.
ഈ സംഗതി നമുക്കറിയാം, എൻ പി ആറിന്റെ ഇക്വേഷൻ അല്ലേ. അപ്പൊ എൻ സി ആർ ഇസ് ഈക്വൽ ടു 1/r ഫാക്ടോറിയൽ ഇൻറ്റു എൻ പി ആർ എന്ന് വേണേൽ എഴുതാം. അതായത് എൻ പി ആർ മേളിൽ വരും. എൻ സി ആർ എന്ന് പറയുന്നത് എൻ പി ആർ ബൈ ആർ ഫാക്ടോറിയൽ ആണ്. ഓർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ വരും എൻ പി ആർ. എൻ പി ആർ ഇസ് ഈക്വൽ ടു ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ. ഇത് ഓർത്തിരിക്കണേ, ഈ രണ്ട് ഇക്വേഷനും ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതായത് ഇവിടെ ഇതിന് 1/r ഫാക്ടോറിയൽ ഇക്വേഷന് മാറ്റിയിട്ടപ്പോൾ ഇത് എൻ പി ആർ വന്നു. എൻ പി ആർ ഇൻറ്റു 1/r ഫാക്ടോറിയൽ. അത് നമുക്ക് ഒരുമിച്ച് എഴുതിയാൽ എൻ പി ആർ മുകളിലും ആർ ഫാക്ടോറിയൽ താഴെ വരും. ഇപ്പൊ എൻ പി ആറിനെ ആർ ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എൻ സി ആർ. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എൻ സി ആറിനെ ആർ ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എൻ പി ആർ. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ പി ആർ ആണ് വലുത്. കാരണം എൻ സി ആറിനെ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ എൻ പി ആർ കിട്ടുന്നത്. അപ്പം അതിൽ തന്നെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പെർമുട്ടേഷൻ ഇത് ഡിഫറെന്റ് ആവും. കോമ്പിനേഷൻ വരുമ്പോൾ അത് ഒന്നായിട്ട് എടുക്കുന്നത്. അപ്പൊ കോമ്പിനേഷൻ ആണ് ചെറുത്, പെർമുട്ടേഷൻ ആണ് വലുത്. ഇത് ഇത്ര കാര്യങ്ങൾ മനസ്സിലായാലോ. എൻ സി ആറും എൻ ബി ആറും ഒക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് കോമ്പിനേഷൻ ഇക്വേഷൻ, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ എൻ ബി ആറും എൻ സി ആറിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനും പഠിക്കുക. എൻ സി ആർ വലുതാണ്, എൻ സി ആർ ചെറുതായതുകൊണ്ട് എൻ ബി ആർ കിട്ടുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. എൻ സി ആർ കിട്ടണമെങ്കിൽ ഡിവൈഡ് ചെയ്യുക ആർ ഫാക്ടോറിയൽ വെച്ച്. അപ്പൊ എൻ സി ആർ ആണ് ചെറുത്, അപ്പം ചെറുത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം ആർ ഫാക്ടോറിയൽ വെച്ച്. എൻ ബി ആർ ആണ് വലുത്, വലുത് വരുമ്പോൾ ആർ ഫാക്ടോറിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഓർത്തിരുന്നു. ഇനി നമുക്ക് ഈ കോമ്പിനേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പമാർഗമുണ്ട്. എളുപ്പമാർഗം എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ വെച്ച് തന്നെയാണ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം എൻ സി വൺ എൻ സി ആറിന്റെ ഇക്വേഷൻ ഇതാണ്. എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ എൻ സി 1 മുമ്പ് എൻ സി 0 കണ്ടുപിടിക്കാം. എൻ സി 0 കണ്ടുപിടിക്കാം. എൻ സി 0 എന്ന് പറയുമ്പോൾ എന്നിന് പകരം എന്ന് തന്നെ ആറിന്റെ സ്ഥലത്ത് 0 കൊടുക്കണം. അപ്പൊ നമുക്ക് എൻ ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് 0 ഫാക്ടോറിയൽ കിട്ടും. അതായത് എൻ ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ നമ്മൾ പഠിച്ചായിരുന്നു 1 ഇൻറ്റു എൻ മൈനസ് 0 വെച്ചാൽ എന്ന് തന്നെ എൻ ഫാക്ടോറിയൽ. ഇത് വെട്ടിപ്പോയിട്ട് ആൻസർ 1/1 കിട്ടും. കണ്ടോ, എൻ സി 0 1 ആണ്, ഓർത്തിരിക്കണം. നമുക്ക് എൻ സി 0, എൻ സി 1, എൻ സി 2 അങ്ങനെ എൻ സി എൻ വരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞല്ലോ. ഏറ്റവും ഫസ്റ്റിലുള്ളത് എൻ സി 0, ഏറ്റവും ലാസ്റ്റിലുള്ളത് എൻ സി എൻ. നമുക്കൊന്ന് കണ്ടുപിടിച്ചു. എൻ സി എൻ കാണാം, ഫസ്റ്റും ലാസ്റ്റും, ആദ്യത്തിൽ നിന്ന് അവസാനത്തിൽ നിന്ന് നമ്മൾ ഒരുപോലെ അങ്ങ് എടുക്കുക. എൻ സി എൻ കാണുമ്പോഴും ആ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്നും ആറും എന്ന് തന്നെ, രണ്ടും അല്ല. എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയലിന്റെ സ്ഥാനത്ത് എന്ന് തന്നെയാണ് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആറിന് പകരം എൻ മൈനസ് എൻ വരും ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ വെട്ടിപ്പോക്കോളും, ഇത് വെട്ടിപ്പോയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ മൈനസ് എൻ എന്ന് പറയുമ്പോൾ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ 1 അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, എൻ സി 0യും എൻ സി എന്നും രണ്ടും സെയിം ആണ്. ഈ വാല്യൂ ഒക്കെ പഠിച്ചു വെക്കണേ, ഓർത്തിരിക്കേണ്ടത്. എൻ സി 0യും എൻ സി എന്നും സെയിം ആണ്, 1. നമുക്ക് അതുപോലെ അടുത്തത് ഫ്രണ്ടിൽ നിന്ന് ബാക്കി നിന്നുള്ള എടുക്കാം. എൻ സി 1ഉം ഇനി 0 കഴിഞ്ഞാൽ എടുത്ത 1 അല്ലേ, പിന്നെ n കഴിഞ്ഞ് പുറകിലുള്ള n മൈനസ് 1, അത് രണ്ടും കണ്ടുപിടിക്കാം. എൻ സി 1 എന്നിന്റെ സ്ഥാനത്ത് n ഫാക്ടോറിയൽ തന്നെ, ആറിന്റെ സ്ഥാനത്ത് 1 ഫാക്ടോറിയൽ വരും ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ n മൈനസ് 1 ഫാക്ടോറിയൽ വരും. അപ്പൊ എന്നിനെ n മൈനസ് 1ലേക്ക് നമുക്ക് മാറ്റാം, ഒരു n മാറ്റിയിട്ടാൽ മതി. n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ബൈ താഴെ 1 ഫാക്ടോറിയൽ വെച്ചാൽ 1 തന്നെ, 1 ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. n മൈനസ് 1 ഫാക്ടോറിയൽ വെട്ടിപ്പോയിട്ട് n/1 അവിടെ കിടന്നോട്ടെ, നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിനാണ്. n/1 കിട്ടും. എൻ സി 1 കാണുമ്പോൾ n എടുക്കുന്നത്, എന്നിനെ നമ്മൾ ഇപ്പം ചുമ്മാ n/1 എന്ന് എഴുതിയതേ ഉള്ളൂ. എൻ സി 1 ഇപ്പോൾ 5C1 ആണെങ്കിൽ 5 കിട്ടും, 10C1 ആണെങ്കിൽ 10 കിട്ടും, അങ്ങനെ പോകും. ഇനി നമുക്ക് ബാക്കി എന്നുള്ള എടുക്കാം. ഇപ്പോൾ 0 n കഴിഞ്ഞാൽ ഇത് തൊട്ട് പുറകെ n മൈനസ് 1 എൻ സി n മൈനസ് 1. അപ്പോൾ നമ്മൾ n ഫാക്ടോറിയൽ ബൈ ആറിന്റെ സ്ഥാനത്ത് n മൈനസ് 1 വരുവേ, n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 6 വരുമ്പോൾ ശ്രദ്ധിച്ചോണം, n മൈനസ് ഇട്ടിട്ട് n മൈനസ് 1 ഇടണം, അല്ലെ തെറ്റിപ്പോവും. മൈനസിന് ശേഷം ബ്രാക്കറ്റ് ഇടുന്ന കാര്യം ഓർക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് വെച്ച് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് n പ്ലസ് 1 വരും, മൈനസ് n പ്ലസ് 1 ഫാക്ടോറിയൽ. ഈ എന്നും എന്നും വെട്ടിപ്പോക്കോളും. n ഫാക്ടോറിയൽ n മൈനസ് 1 ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. n മൈനസ് 1 ഫാക്ടോറിയൽ വെട്ടിപ്പോയിട്ട് n/1 കിട്ടും. കണ്ടോ,
NC1 ഉം NCn-1 ഉം സെയിം ആണ്. ഇക്വേഷൻ കിട്ടി. NC1 ഈസ് ഈക്വൽ ടു NCn-1. ഇത് രണ്ടും സെയിം ആണ്. I ഈക്വൽ ടു n/1 ആണ്. രണ്ടിന്റെ ആൻസർ ഓർത്തിരിക്കണം, n/1. NC1 ഉം ഓർത്തിരിക്കേണ്ട കാര്യമില്ല, അതിന് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള എളുപ്പമാർഗത്തിലേക്ക് വരിക. NC1 ഉം NCn-1 ഉം സെയിം ആണ്. അത് n/1. ഇത് നമ്മൾ അടുത്ത ഇപ്പോൾ 0 ആയി 1 ആയി, ഇനി അടുത്ത് 2 ആവും. 2 വരുമ്പോൾ ഇവിടെ n-2 കണ്ടാൽ മതി. NC2 ഉം NCn-2 ഉം കണ്ടുപിടിക്കാം നമുക്ക്. NC2 എന്ന് പറയുമ്പോഴത്തേക്കും n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ വരെ 2 ഫാക്ടോറിയൽ വരും ഇൻറ്റു n-2 ഫാക്ടോറിയൽ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് n ഫാക്ടോറിയൽ n-2ലേക്ക് മാറ്റാം. n ഉം n-1 ഉം മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ n-2ന്റെ ഫാക്ടോറിയൽ കിട്ടും, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n-2 ഫാക്ടോറിയൽ. n-2 ഫാക്ടോറിയൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മിച്ചം n ഇൻറ്റു n-1 ബൈ 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 ഇൻറ്റു 2 അല്ലേ, അങ്ങനെ തന്നെ വേണമല്ലേ, n ഇൻറ്റു n-1 ബൈ 1 ഇൻറ്റു 2. ഇനി അടുത്തത് നമ്മൾ പുറകിൽ നോക്കി n ആയി n-1 ആയി, അടുത്ത n-2 നോക്കാം. NCn-2 എന്ന് പറയുമ്പോഴത്തേക്കും n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയലിന് പകരം n-2 ഫാക്ടോറിയൽ ഇൻറ്റു n-r പകരം r വരുമ്പോഴത്തേക്കും ബ്രാക്കറ്റ് ഇടണം n-2 ഫാക്ടോറിയൽ r r n-2 അല്ലേ, n- ഓഫ് r n-2 r വരെ n-2. That is equal to n factorial by n-2 factorial into bracket മാറ്റുക minus n plus 2 n-n plus 2 factorial. n ഉം n വെട്ടിപ്പോളും, പിന്നെ അത് സിംപ്ലിഫൈ ചെയ്താൽ n-നെ n-2ലേക്ക് മാറ്റാൻ പോവാം. അപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു ബാക്കി n-2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-2 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ ഇൻറ്റു 2 ഫാക്ടോറിയൽ. n ഉം n വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മിച്ചം അവിടെ 2 അല്ലേ ഉള്ളൂ, ഇത് വെട്ടിക്കളഞ്ഞു. അപ്പം n ഇൻറ്റു n-1 ബൈ 1 ഇൻറ്റു 2 ഇങ്ങനെ. അപ്പോൾ NC2 ഉം NCn-2 ഉം സെയിം ആണ്, n ഇൻറ്റു n-1 ബൈ 1 ഇൻറ്റു 2. അപ്പം ഞാനത് ഇങ്ങോട്ട് എഴുതാൻ പോകാൻ അടുത്ത ഇക്വേഷൻ NC2 is equal to NCn-2 is equal to n into n-1 by 1 into 2. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് എഴുതാം. NC3 ഉം NCn-3 ഉം സെയിം ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് നോക്കാം, 0 വന്നപ്പോഴത്തേക്ക് അത് നോക്കണ്ട, 1 വന്നപ്പോഴത്തേക്കും മേളിലും താഴെ ഓരോന്നും, മേളിൽ n-ഉം താഴെ 1. NC2 വന്നപ്പോഴത്തേക്ക് മേളിലും താഴെ 2 n-ന്ന് കുറയ്ക്കുക, 2 എഴുതുക, താഴെ 1 തൊട്ട് മേളിലോട്ട് എഴുതുക. അപ്പൊ ഇവിടെ അതുപോലെ NC3 വരുമ്പോൾ n തൊട്ട് പുറകിലോട്ട് 3 എഴുതുക, താഴെ 1 തൊട്ട് മുമ്പിലോട്ട് 3. n-ഉം 3 ആയതുകൊണ്ട് n വേണം, n-1 വേണം, n-2 വേണം, താഴെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 വരും. ഇങ്ങനെ ഈസി ആയിട്ട് എഴുതാം. ഇപ്പൊ 5C3 കാണാൻ പറഞ്ഞാലോ, 5C3 കാണാൻ പറഞ്ഞാൽ 3 ആയതുകൊണ്ട് 3 എഴുതണം, 5 തൊട്ട് 3, 5 4 3. താഴെ എപ്പോഴും 1 തൊട്ടാ 1 2 3 ഇങ്ങനെ വേണം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ NC3 ഇങ്ങനെ കിട്ടി. NC4 NCn-4 ഉം സെയിം ആണ്, അതിന്റെ വാല്യൂ 4 എഴുതണം, n-1 n-2 n-3 താഴെ 4, 1 2 3 4, മേലും താഴെ 4 എഴുതുക. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് പറയാം NCr എന്തിനോട് ഈക്വൽ ആയിരിക്കും, r വന്നപ്പോൾ n-r, NCn-rനോട് ഈക്വൽ ആയിരിക്കും. അതിന്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റില്ല, അങ്ങനെ ആയിരുന്നു. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, NCr ഉം NCn-r ഉം എപ്പോഴും സെയിം ആണ്. അത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്നെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെ തന്നാൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ താഴെ കിടക്കുന്നത് r ഉം n-r ഉം അല്ലേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് വെട്ടിപ്പോയിട്ട് n വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ n വരുള്ളൂ, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് n വരുള്ളൂ, താഴെയുള്ള രണ്ടും കൂടെ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ NCr ഉം NCn-r ഉം ഈക്വൽ ആണെങ്കിൽ ഈ താഴെ വരുന്ന r ഉം n-r ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് n കിട്ടും. അത് നമുക്ക് പ്രോബ്ലത്തിനൊക്കെ ആവശ്യം വരുന്നതാണ്, അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ NC0 ഉം NCn ഉം 1 ആണ്, സെയിം ആണ്. NC1 ഉം NCn-1 ഉം സെയിം ആണ്, n ആണ്. NC2 ഉം NCn-2 ഉം സെയിം ആണ്, n into n-1 by 1 into 2. അപ്പോൾ ആ രീതിയിൽ പോയാൽ നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഓർത്തിരിക്കണം, കാരണം നമ്മൾ അത് വെച്ചാണ് പ്രോബ്ലം ചെയ്യുന്നത്, അല്ലാതെ NCRന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതേ കിട്ടുള്ളൂ. അപ്പോൾ ഈ സിംപ്ലിഫൈഡ് ഫോം ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അതുപോലെ NCR ഉം NCn-r ഉം സെയിം ആണ്, മുമ്പിൽ നിന്നും പുറയുന്ന ഒരുപോലെയുള്ളത് ഈക്വൽ ആണ്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ താഴെ വരുന്ന രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് n നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് n കണ്ടുപിടിക്കാനായിട്ട് എന്നോ മുമ്പേ നമ്മൾ ചെയ്തില്ല NBRന്റെ ഇക്വേഷൻ കണക്ട് ചെയ്ത് തന്നിട്ട് എന്നും ആറും കണ്ടുപിടിക്കാൻ ചോദിച്ചില്ല. അതുപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ n കണ്ടുപിടിക്കാനുള്ളത് ആറില്ല n കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആറ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, n കണ്ടുപിടിക്കാനേ ചോദിക്കുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ എന്താണ് NC8 = NC2 ഇത് തന്നിട്ടുണ്ട്. ഫൈൻഡ് NC3 കാണാൻ പറഞ്ഞേക്കാം. NC8 = NC2. അപ്പോൾ P ആണോ C ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. NC8 = NC2 തന്നിട്ടുണ്ട്. ഇതിനെ കണക്ട് ചെയ്തൊരു ഇക്വേഷൻ നമുക്കറിയാം. ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്തില്ലേ NCR = NCn-R എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇത് നമുക്കറിയാം. വി ഹാവ് ഈ ഇക്വേഷൻ നമുക്കറിയാം. ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും ആറും n-R കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്നാണ് കിട്ടുന്നത്. ഈ ഇക്വേഷൻ നമ്മളുടെ മനസ്സിലുണ്ടാവണം. NCR-ഉം NCn-R സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ഈ താഴെയുള്ള രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്നെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ NC8 = NC2 ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി NCR-ഉം NCn-R സെയിം മോഡലായിട്ട് ഇങ്ങനെ ഈ കോമ്പിനേഷനകത്ത് ഇങ്ങനെ മാത്രമേ ഈക്വൽ ആവുള്ളൂ, അല്ലാതെ ഈക്വൽ ആവത്തില്ല. n സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ NCR-ഉം NCn-R ഈക്വൽ ആവുള്ളൂ. അപ്പോൾ നമുക്ക് n കണ്ടുപിടിക്കാം. താഴെയുള്ള രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, 8ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം 10 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ n കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. താഴെ വരുന്ന രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 8ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. ഇനി നമുക്ക് NC3 കാണാം. therefore NC3 = n10C3. ഇനി നമുക്ക് നോക്കാം 10C3. ഇപ്പം 3 ആയതുകൊണ്ട് 3 എണ്ണം എഴുതണ്ടേ. 10 തൊട്ട് പുറകിലുണ്ട്. 10, 9, 8 ബൈ 1 × 2 × 3 മേലും താഴെ 3 എണ്ണം. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 3 ഇവിടെ 3 വരും, 2 വെട്ടുമ്പോൾ 4 വരും, 12 120 വരും. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ എളുപ്പമാണ്. NCR കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ രീതിയിൽ അത് ചെയ്താൽ മതി. ഓക്കെ ഇനി വേറൊരു ക്വസ്റ്റ്യൻ n കണ്ടുപിടിക്കാൻ തന്നെയാണ്. അത് ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. 2nC3 = NC3. 2nC3 = NC3 = 12:1. 12:1. ഇതിനെ നമുക്ക് റേഷ്യോ നമുക്ക് ഡിവിഷൻ ആക്കാം. 2nC3/NC3 എന്ന് പറയുന്നത് 12/1. ഇനി 2nC3-യും NC3-യും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് അവിടെ കൊടുക്കാം. നമുക്ക് 2nC3 നമുക്ക് ആദ്യം അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇടണേ. 2nC3 ആണ്. 3 ആയതുകൊണ്ട് മേളിലും താഴെ 3 എണ്ണം. ഇനി നമ്മൾ ആ രീതിയിൽ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട, ആ രീതി ചെയ്താൽ മതി. 3 ആയതുകൊണ്ട് മേളിലും താഴെ 3 എണ്ണം. 2n തൊട്ട് n അല്ല 2n ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 2n എഴുതി. 2n കഴിഞ്ഞാൽ പിന്നെ 1 കുറയ്ക്കുമ്പോൾ 2n-1, ഒന്നുകൂടെ കുറയ്ക്കുമ്പോൾ 2n-2. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. മേളിൽ n അല്ല 2n ആകുമ്പോൾ 2n തൊട്ട് പുറകിലോട്ട് എഴുതണം. ഓരോന്ന് വീതം കുറയ്ക്കുക. താഴെ 1 × 2 × 3. ഈ 2n-2 എന്ന് വേണേൽ നമുക്ക് 2 ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് അതിനെ ഒന്നുകൂടെ മാറ്റി എഴുതാം. 2n × 2n-1 × 2 വെളിയിലേക്ക് എടുത്താൽ 2n-2 2 കോമൺ ആണ്. വെളിയിലെടുത്താൽ n-1 കിട്ടും ബൈ 1 × 2 × 3. അത് അവിടെ തൽക്കാലം കിടക്കട്ടെ. നമുക്ക് അടുത്ത NC3 കണ്ടുപിടിക്കാം. NC3 കാണുമ്പോൾ 3 3 മേലും താഴെ 3 എണ്ണം മതി. ഇവിടെ n തൊട്ട് n-1 n-2 ബൈ 1 × 2 × 3. ഇവിടെ പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇത് രണ്ടും നമുക്ക് ആ ഇക്വേഷനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2nC3ക്ക് പകരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 2n × 2n-1 × 2 വെളിയിലെടുത്ത് n-1 ബൈ 1 × 2 × 3 ഹോൾ ഡിവൈഡഡ് ബൈ NC3ക്ക് പകരം n × n-1 × n-2 ബൈ 1 × 2 × 3 = 12. 12/1 12 ആണ്. ഇത് വാങ്ങിച്ചു പറയാം. ഇനി നമുക്ക് നോക്കുക ഡിവിഷനാണ്. ഡിവിഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മേളിലുള്ള താഴെ, താഴെയുള്ള മേളിൽ വരും. അപ്പം 2n × വേണമെങ്കിൽ 2 × 2 കൂടെ ഒരുമിച്ച് 4n എന്ന് എഴുതാം. 4n × 2n-1 × n-1 ഉള്ള ബൈ 1 × 2 × 3. ഇനി തിരിച്ചെഴുതാം. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ വരും. 1 × 2 × 3 മേളിൽ വരും. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ന്യൂമറേറ്ററിൽ കിടക്കുന്നത് ഡിനോമിനേറ്ററിൽ വരും. n × n-1 × n-2. നമുക്ക് 1 × 2 × 3 ഫുള്ള് വെട്ടിപ്പോക്കുള്ളൂ. = 12 ഉണ്ട്.
ഇനി നോക്കാം, ഈ n വെട്ടിപ്പോക്കോളും, n-1 വെട്ടിപ്പോക്കോളും കണ്ടോ. പിന്നെ മിച്ചം മേളിൽ കിടക്കുന്നത് 4 × 2n-1 മാത്രമേ ഉള്ളൂ. മേളിൽ 4 ഉണ്ട്, ഒരു 2n-1 ഉണ്ട്, ബാക്കിയെല്ലാം വെട്ടിപ്പോയി. താഴെ എന്ന് പറയുമ്പോഴത്തേക്കും n-2 മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു 12 കിട്ടി. ഇനി നമുക്കതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ അല്ല, ഡിനോമിനേറ്ററിലുള്ള ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഡിവിഷൻ നമ്മൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റിയിടാം. 4 × 2n-1 ഈക്വൽ ടു 12 × താഴെയുള്ള മേളിലോട്ട് പോകും n-2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇനി എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 8n - 4. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 2n 8n -4 വരും, ഈക്വൽ ടു 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12n - 24 വരും. നമുക്ക് തിരിച്ച് വലുത് 12n അല്ല, നമുക്ക് ലെഫ്റ്റിലുള്ള റൈറ്റിലോട്ട് തിരിച്ചെഴുതാമല്ലോ, കുഴപ്പമൊന്നുമില്ല. 12n - 24 = 8n - 4. അങ്ങോട്ടും കൂടി a = b എന്ന് എഴുതിയാലും b = a എന്ന് എഴുതിയാലും സെയിം ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം എഴുതാം. ഇനി നമുക്ക് n ഒരു സൈഡിലും നമ്പർ മറ്റേ സൈഡിലും ആക്കാം. അപ്പോൾ 12n ഇവിടെ കിടന്നോട്ടെ, 8n ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, പ്ലസ് 8n ആണ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ -8n ആവും, ഈക്വൽ ടു -4 അവിടെ കിടന്നോട്ടെ, -24 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +24 ആയിട്ട് മാറും കണ്ടോ. ഇനി 12n - 8n, 12n - 8n എന്ന് പറയുമ്പോൾ 4n വരും, ഈക്വൽ ടു -4 + 24 -4 + 24 വരുമ്പോഴത്തേക്കും 20 വരും. therefore n = 20/4 വരും, that is equal to 5. n = 5 കിട്ടും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു.